ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും നോട്ടീസ്. UDF, LDF എംപിമാരാണ് നോട്ടീസ് നൽകിയത്. ജയിലിലുള്ള കന്യാസ്ത്രീകളെ ഇന്ത്യ സഖ്യ എംപിമാർ സന്ദർശിക്കും. വിശദാംശങ്ങൾ നൽകാനായി D. ധനസമോദ് ചേരുന്നുണ്ട്. ധനസമോദ്, വിഷയത്തിൽ കഴിഞ്ഞ ദിവസവും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം കണ്ടതാണ്. ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധത്തിന് ഒരു സാധ്യത ഉണ്ടോ? ഒപ്പം എംപിമാരുടെ സന്ദർശനം, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം എന്താണ്? ജിന, ഈ നിമിഷത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത, ഇടത് എംപിമാരുടെ സംഘം കൂടി ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. CPM മുൻ PB അംഗം വൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്, ഇടത് പ്രതിനിധി സംഘമാണ് പോകുന്നത്. അതിൽ CPI അംഗങ്ങളും PP സുനീർ അടക്കമുള്ള CPI എംപിമാരും റഹീം അടക്കമുള്ള രാജ്യസഭയിൽ നിന്നുള്ള CPM എംപിമാരും K. രാധാകൃഷ്ണൻ CPM MP, ലോക്സഭയിലെ CPM MP എന്നിവരടക്കമാണ് ഛത്തീസ്ഗഡിലേക്ക് പോകുന്നത്. UDF എംപിമാർ ഇതിനകം തന്നെ ഛത്തീസ്ഗഡിൽ എത്തിക്കഴിഞ്ഞു. NK പ്രേമേന്ദ്രൻ, ബെന്നി ബെഹരാൻ, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയ എംപിമാരാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ അവിടെ എത്തിയിരിക്കുന്നത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഇതിനകം തന്നെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചർച്ച നടത്തുന്നത് പ്രധാനമായും ചർച്ച നടത്തുന്നത് ആഭ്യന്തരമന്ത്രി ശർമ്മയുമായിട്ടാണ് അദ്ദേഹം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെ ഇന്നും ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിക്കാൻ തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ കേരളത്തിലെ എംപിമാർ മാത്രമായിരുന്നു ചർച്ചയ്ക്ക് നോട്ടീസ് കൊടുക്കുകയും അവർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ ഇതിന് ഒറ്റക്കെട്ടായി തന്നെ പിന്തുണ നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് എംപിമാരായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ ഈ സമരത്തിന് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സമരം പാർലമെന്റ് അകത്തും പുറത്തും വളരെ ശക്തമായി തന്നെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്.